പുനലൂർ UDFിലെ പ്രതിസന്ധിക്ക് പരിഹാരമായിരിക്കുന്നു. പുനലൂരിൽ കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥി മത്സരത്തിൽ നിന്ന് പിന്മാറും. ഭാവിയിൽ പരിഹാരമുണ്ടാകുമെന്ന് KPCC അധ്യക്ഷൻ ഉറപ്പു നൽകി. സീറ്റ് വീണ്ടും ലീഗിന് നൽകിയതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. കണ്ണൻ നായർ വിവരങ്ങളുമായിട്ടുണ്ട്. കണ്ണൻ, എന്താണ് പരിഹാര ഉടമ്പടി? പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ കോൺഗ്രസ് അറിയിക്കുന്ന മറ്റ് സ്ഥലങ്ങളിൽ മുസ്ലിം ലീഗ് വിമത സ്ഥാനാർത്ഥി നിർത്തുമെന്ന് പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ ഇടപെടലുണ്ടായത്. KC വേണുഗോപാൽ ഈ വിഷയം അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള നേതാക്കന്മാരുമായിട്ട് അവിടുത്തെ KPCC ഭാരവാഹികളുമായിട്ട് സംസാരിച്ചു. ഭാവിയിൽ പ്രശ്നപരിഹാരം ഉണ്ടാക്കാമെന്ന് KPCC അധ്യക്ഷൻ ഉറപ്പു നൽകി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചത് യുവ സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലൊക്കെ പോയിരിക്കുന്നത്. ഇപ്പോൾ അവിടെ കോൺഗ്രസിന്റെ സംയുക്ത മണ്ഡലം കമ്മിറ്റി ബ്ലോക്ക് കമ്മിറ്റി യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഔദ്യോഗികമായി തന്നെ ഈ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുകയാണ് എന്നുള്ള കാര്യം നേതാക്കന്മാർ അറിയിക്കും. എന്തായാലും കൊല്ലത്തെ UDF ചിലപ്പം ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണിത്. നേരത്തെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ആണ് അവിടെ മത്സരിക്കുന്നത് പുനലൂരിൽ. ആ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കാൻ എന്നുള്ളതായിരുന്നു പ്രാദേശിക വികാരം. എന്നാൽ അതിൽ തയ്യാറാകാതെ വന്നതോടുകൂടിയാണ് ഇത്തരത്തിലുള്ളൊരു പരസ്യ പ്രതിഷേധത്തിലേക്കും തന്നെ സ്ഥാനാർത്ഥി തരത്തിലേക്കുള്ള കാര്യങ്ങൾ പോയത്. ശരി. കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകിയത്. ലീഗിനെ സംബന്ധിച്ച് ആശ്വാസകരമായ ഒരു തീരുമാനമാണ്. പുനലൂരിലെ UDF പ്രതിസന്ധി. കോൺഗ്രസിന്റെ വിമത സ്ഥാനാർത്ഥി മത്സരത്തിൽ നിന്ന് പിന്മാറുകയാണ്. കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്.